ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അതുൽ, ചീഫ് ഫിസിഷ്യൻ ആരാധന ആയുർവേദ മണ്ണാർക്കാട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ്രാക്ഷാരിഷ്ടത്തിനെ കുറിച്ചാണ്. പലരും കേട്ടിട്ടുണ്ടാവും ദ്രാക്ഷാരിഷ്ടം എന്ന്. ചിലർ ദ്രാക്ഷാരിഷ്ടവും മുന്തിരി വൈനും കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഏതിനാണ് ഗുണം കൂടുതൽ? ദ്രാക്ഷാരിഷ്ടത്തിൻ്റെ ചേരുവകൾ എന്ത്, അതിൻ്റെ ഗുണങ്ങൾ എന്ത്, നമുക്ക് എത്ര ഡോസിൽ ദ്രാക്ഷാരിഷ്ടം കഴിക്കാം, ഏത് രോഗാവസ്ഥയിൽ ദ്രാക്ഷാരിഷ്ടം സേവിക്കാം, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും വീഡിയോ ചാനലിൽ പുതുതായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ദ്രാക്ഷാരിഷ്ടം. അപ്പോൾ എന്താണ് ഈ ദ്രാക്ഷ? അപ്പോൾ ദ്രാക്ഷാരിഷ്ടം പേരിൽ നമുക്ക് മനസ്സിലായി അതൊരു ആയുർവേദം മരുന്നാണ്, അതൊരു അരിഷ്ട കൽപ്പനയാണ്. അപ്പോൾ ദ്രാക്ഷാരിഷ്ടം, ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി തന്നെയാണ് ഈ ദ്രാക്ഷ എന്ന് പറഞ്ഞത്. ദ്രാക്ഷ ഒരു സംസ്കൃത വേർഡാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഉണക്കമുന്തിരി. അപ്പോൾ ഉണക്കമുന്തിരി വെച്ചുണ്ടാക്കുന്ന ഒരു അരിഷ്ടത്തിനെയാണ് നമ്മൾ ദ്രാക്ഷാരിഷ്ടം പറഞ്ഞത്. അത് വേറെ എളുപ്പമാണ്, നമുക്ക് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിന് കുറേ പല ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദ്രാക്ഷാരിഷ്ടം പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രിയപ്പെട്ട ടോണിക്കാണ്, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടികളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഔഷധമാണ്. എന്താ വെച്ചാൽ അതിൽ മധുരം, നല്ല എമൗണ്ടുള്ള മധുരം ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഉണക്കമുന്തിരി നല്ല മധുരമുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ പറയാതെ തന്നെ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊരു പ്രിയമാണ്. അപ്പോൾ ഈ ദ്രാക്ഷഫലം പറയുമ്പോൾ ഒരു ഉത്തമ ഫലം തന്നെയാണ്. ഉത്തമ ഫലമായിട്ടാണ് ആയുർവേദത്തിൽ ദ്രാക്ഷനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ഇതിൻ്റെ എന്തൊക്കെയാണ് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ ദ്രാക്ഷാരിഷ്ടത്തിൽ പല ചേരുവകളുണ്ട്, അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ദ്രാക്ഷാരിഷ്ടം പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ദ്രാക്ഷ തന്നെയാണ്, ഉണക്കമുന്തിരി. പക്ഷേ ഇപ്പോൾ വരുന്ന ഉണക്കമുന്തിരി നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കഴിക്കുക. എന്താ വെച്ചാൽ അതിൽ പല കെമിക്കൽസും ആഡ് ചെയ്തിട്ടാണ്. അതിൻ്റെ പുറത്തെക്കുറിച്ചുള്ള വെള്ള കളറുള്ള കോട്ടിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല വൃത്തിയായി കഴുകി ഉണക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുക. എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പല രോഗങ്ങളും അത് വെച്ചിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വൈദ്യശാലയിലൊക്കെ അതെന്താ വെച്ചാൽ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ഉപയോഗിക്കാറ്. പിന്നെ അവർ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ദ്രാക്ഷ പറയുമ്പോൾ ഉണക്കമുന്തിരി തന്നെയാണ്, പല കളറിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ദ്രാക്ഷ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ നമ്മൾ എടുക്കും. അതിൻ്റെ എമൗണ്ട് വന്നിട്ട് 1/2 തുലാമാണ്. 1/2 തുലാം ദ്രാക്ഷ എടുക്കണു, കുറച്ച് വെള്ളം എടുക്കണു. ആ വെള്ളത്തിന് ഒരു എമൗണ്ട് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ട്. 2 ദ്രോണ വെള്ളം. അപ്പോൾ ആ 2 ദ്രോണ വെള്ളവും 1/2 തുലാം ഈ ദ്രാക്ഷയും നമ്മൾ എന്ത് ചെയ്യും, അത് വെച്ച് കഷായം ഉണ്ടാക്കും. കഷായം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ടുള്ള ഒരു ഗുഡ അല്ലെങ്കിൽ ശർക്കര ഒരു വെച്ചിട്ട് 2 തുലാം ഗുഡം അല്ലെങ്കിൽ ശർക്കര അതിലേക്ക് ചേർക്കും. പിന്നെ കുറച്ച് പ്രക്ഷേപക ദ്രവ്യങ്ങൾ വരുന്നുണ്ട്. അത് വന്നിട്ട് പിപ്പിലി, മരീച്ച, ഏല, പത്ര, ത്വക്ക്, അങ്ങനെ തന്നെ വിടങ്ക, നമ്മുടെ ധാത്തക്കി പറഞ്ഞ കുറച്ച് പ്രക്ഷേപക ദ്രവ്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ഈ ദ്രാക്ഷാരിഷ്ടം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ടോണിക് തന്നെയാണ്. എന്താ വെച്ചാൽ ചില കുട്ടികൾക്ക് വിളർച്ചയുടെ അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ രക്തത്തിൻ്റെ കുറവ്, ഉറക്കക്കുറവ്, ദഹനത്തിലുള്ള പ്രശ്നങ്ങൾ, ചുമ, അങ്ങനെ വിശപ്പില്ലായ്മ, അങ്ങനെ പല രോഗങ്ങളും വരാറുണ്ട്. മുഖത്തൊക്കെ ചില കുട്ടികൾക്ക് വെള്ള കളറൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ കൃമിയും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ ഈ ദ്രാക്ഷാരിഷ്ടം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ മറ്റ് ആയുർവേദിക് മരുന്നും ചേർത്തിട്ട് വേണം കുട്ടികൾക്കായാലും ആർക്കായാലും കൊടുക്കാൻ. അപ്പോൾ ഡിസ്ക്ലെയിമറായിട്ട് എനിക്ക് പറയാൻ ഒരു കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ അത് ഡോക്ടർ പറഞ്ഞു ദ്രാക്ഷാരിഷ്ടം ഒരു പ്രിയ മെഡിസിനാണ്, നല്ലൊരു ടോണിക്കാണ്, കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും പോയിട്ട് സേവിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അരിഷ്ടം അല്ലെങ്കിൽ ഏതൊരു മരുന്നായാലും, ഏത് പതിയിലെ മരുന്നായാലും, ആയുർവേദ ആയാലും ഹോമിയോപ്പതി ആയാലും അലോപ്പതി ആയാലും ഏത് മെഡിസിൻസ് ആണെങ്കിലും അതൊരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിൽ, എന്താ ചില രോഗാവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയിട്ട് എടുത്ത് OTC അല്ലെങ്കിൽ കൗണ്ടറിൽ നിന്ന് പോയിട്ട് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തം എടുത്ത് കുടിക്കാൻ പാടില്ല. ഡോക്ടറെ പോയി കാണുക, ആ രോഗാവസ്ഥ അനുസരിച്ചുള്ള ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ എഴുതും. ചിലപ്പോൾ ഈ മെഡിസിൻ മാത്രം മതിയായിരിക്കില്ല, ആ മെഡിസിൻ്റെ കൂടെ വേറെ ആയുർവേദ മരുന്നുകളും ചേർത്തിട്ടായിരിക്കും ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ എഴുതുക. അപ്പോൾ ഒന്നുകൊണ്ടും മതിയാവില്ല. അപ്പോൾ അങ്ങനെ പല OTC മെഡിസിൻസായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറെ കാണുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ആ ഡോസിലുള്ള മെഡിസിൻസ് കഴിക്കുക. എന്താ വെച്ചാൽ ഇതൊരു ഉത്തമ
ഒരു മോഡറേറ്റ് ഡോസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണകരമാണ്. അതല്ല നിങ്ങൾ അധികം കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ കുറച്ചാണെങ്കിലും നമ്മുടെ അഡ്വേഴ്സ് എഫക്റ്റ് അല്ലെങ്കിൽ പാർശ്വഫലം നമ്മുടെ ശരീരത്തിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കാം, നല്ല ഉറക്കം ഉണ്ടാവും. അങ്ങനെ തന്നെ നമ്മുടെ ശോധനയ്ക്കൊക്കെ ഉപയോഗിക്കാം, മലബന്ധമുള്ളവർക്ക് ഉപയോഗിക്കാം, വിശപ്പ് വരാൻ ഉപയോഗിക്കാം. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. നമുക്ക് ഗുണങ്ങൾ നോക്കാം. അതിന് മുന്നേ നമുക്ക് നോക്കാം ദോഷധാതു കർമ്മം എന്തൊക്കെയാണ്. അപ്പോൾ ദോഷത്തിൻ്റെ നോക്കുമ്പോൾ വാതപിത്തത്തിനെയും കുറയ്ക്കാനുള്ള കഴിവുണ്ട്. എന്താ വെച്ചാൽ മുന്തിരി തണുപ്പുള്ള സംഭവമാണ്. അപ്പോൾ തണുപ്പാവുകൊണ്ട് തന്നെ പിത്ത ദോഷത്തിനെ കുറയ്ക്കാനും, അപ്പോൾ ഏത് സാധനം പിത്തദോഷത്തിനെ കുറയ്ക്കുകയാണെങ്കിൽ രക്തത്തിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ രക്തം കുറവുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞു മുമ്പേ. അപ്പോൾ പിത്തത്തിനെ കുറയ്ക്കാനും വാതത്തിനെ കുറയ്ക്കാനും ഈ ഒരു ഔഷധത്തിന് കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെ ധാതു ബല്യാണ്, ധാതുക്കളുടെ ബല്യത്തിന് കൂട്ടാൻ കഴിയും. അഗ്നിയിൽ തന്നെ ആക്ഷൻ നോക്കുമ്പോൾ അഗ്നി ദീപനാണ്. ദീപനം കർമ്മം അഗ്നിയുടെ ആ ഒരു സംഭവത്തിനെ കൂട്ടാൻ കഴിയും. അഗ്നിനെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. മലശോധനത്തിലേക്ക് ഉപയോഗിക്കാം. പ്രാവർത്തികം മൂത്രം കൂട്ടാനും, അങ്ങനെ തന്നെ മല ശരിക്കും ശോധനയായിട്ട് പോകാൻ നമ്മുടെ മലം അല്ലെങ്കിൽ നമ്മുടെ ഈ വിബന്ധയിലൊക്കെ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിലൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ മലശോധനയ്ക്കും ഈ ഔഷധത്തിൻ്റെ കർമ്മേലത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ നമ്മുടെ ധാതു ബല്യാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു ഇതിൽ നല്ല ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂടുതലാവുകൊണ്ട് തന്നെ ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്കിൻ ബൂസ്റ്ററായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നഖത്തിന് അല്ലെങ്കിൽ തലമുടി അങ്ങനെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ശ്വാസകത്തെ രോഗം, അതിപ്പോൾ ക്ഷയരോഗമായാലും വേണ്ട, ശ്വാസരോഗമായാലും വേണ്ട, കാസരോഗമായാലും വേണ്ട, നമ്മൾ ചുമ, ജലദോഷം അല്ലെങ്കിൽ ആസ്മാറ്റിക് പോലത്തുള്ള കണ്ടീഷൻസ്, ഇനി റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ നമുക്ക് ഈ മെഡിസിൻ മാത്രം പോരാ, അതല്ലാതെ വേറെ ആയുർവേദിക് മെഡിസിൻസ് വേറെ ചേറുകളും വേണം. അതിൻ്റെ എല്ലാ ദ്രവ്യങ്ങളും ചൂർണങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷേ ഈ ഒരു ദ്രാക്ഷാരിഷ്ടം നമുക്ക് ഈ ഒരു കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മലബന്ധമുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു ദ്രാക്ഷാരിഷ്ടം ഉപയോഗിക്കാം. എന്താ വെച്ചാൽ ഉണക്കം മുതൽ നമുക്കറിയാം കോൺസ്റ്റിപ്പേഷൻ നല്ലതാണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ദ്രാക്ഷ തന്നെയാണ്. അപ്പോൾ ഇതൊരു മലബന്ധത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ചില ആൾക്കാർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ രക്തത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ദ്രാക്ഷാരിഷ്ടവും വേറെ ആയുർവേദിക് അരിഷ്ടങ്ങളും കൂട്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ഉത്തമ മെഡിസിനായിട്ട് നമുക്കിതിനെ കരുതാൻ കഴിയും. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം കൂട്ടാനും, എന്താ വെച്ചാൽ ഓവറോൾ വീക്ക്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ എനർജി ഇല്ലാത്ത പോലെ തോന്നും, ഒരു ക്ഷീണം പോലെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ എനർജി ബൂസ്റ്ററായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി, അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ആൾക്കാർ പേഷ്യൻസ് വരുമ്പോൾ, അമ്മമാർ വരുമ്പോൾ കുട്ടികളായിട്ടാണ് വരണമെങ്കിൽ അവരവരുടെ കാണിച്ചിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഈ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബലം വരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അധികം ദ്രാക്ഷാരിഷ്ടമാണ് അത് ഉപയോഗിക്കുന്നത്. ദ്രാക്ഷാരിഷ്ടം നല്ലൊരു ടോണിക്കാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടോണിക്കാണ്. എന്താ വെച്ചാൽ അത് നല്ല മധുരം, ഞാൻ ഇപ്പോൾ പറഞ്ഞു ദ്രാക്ഷവും ശർക്കരയാണ് അതിൽ ധാരാളമായിട്ടുള്ള ചേരുവകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് ഈ രുചി ഉള്ള ഒരു ഔഷധം ഏതാണെങ്കിലും കുട്ടികൾക്ക് എന്താണ് ഇഷ്ടപ്പെടും. അപ്പോൾ അമ്മമാർ ഇതും പറയാറുണ്ട്, രാവിലെ ആകുമ്പോഴേക്കും രാത്രിത്തെ ആ കുപ്പിയുടെ അളവ്, അരിഷ്ടത്തിൻ്റെ അളവ് കുറയും. എന്താ വെച്ചാൽ ആ കുട്ടികൾക്ക് അരിഷ്ടം പറഞ്ഞാൽ ടേസ്റ്റാണ്, അവർ പോയി എടുത്ത് കുടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കുള്ള ഈ മെഡിസിൻസ് പറയുമ്പോൾ നല്ല ടേസ്റ്റുള്ള സംഭവമാണെങ്കിൽ കുട്ടികളത് ആക്സെപ്റ്റ് ചെയ്യും. അല്ല കയപ്പുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ദ്രാക്ഷാരിഷ്ടം നല്ല മധുരമുള്ള സംഭവമാണ്. അതിൽ ശർക്കരയും ദ്രാക്ഷയാണ് അതിൽ ചേർവ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് അവർ ധാരാളമായിട്ട് ആ ഒരു അരിഷ്ടം കുടിക്കാറുണ്ട്. നല്ല ടോണിക്കുമാണ്. കുട്ടികളുടെ ദഹനക്കുറവുണ്ട്, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ കഴിച്ച് ദഹിക്കാതിരിക്കുക, ശോധനക്കുറവ്, പിന്നെ അങ്ങനെ തന്നെ ഉറക്കമില്ലായ്മ, മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷനിലൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഞാൻ പറഞ്ഞു പിത്തക്ഷയം, പിത്തത്തിനെ കുറയ്ക്കാനും രക്തശുദ്ധീകരിക്കാനും പറ്റും. അപ്പോൾ ചുമയ്ക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചോര വരിക, അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലും നമുക്ക് ദ്രാക്ഷാരിഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ തന്നെ ക്ഷയരോഗത്തിൽ ഉപയോഗിക്കാം, സ്വരഭേദത്തിലും നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ തന്നെ ജനറലൈസ്ഡ് അപ്പറ്റൈസറായിട്ടും ജനറലൈസ്ഡ് ഫെറ്റീഗിലും അപ്പറ്റൈസറായിട്ടും ഇമ്മ്യൂണോ മോഡുലേറ്ററായിട്ടും പിന്നെ എല്ലാ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിലും നമുക്ക് ഈ ഒരു ദ്രാക്ഷാരിഷ്ടത്തിനെ ഉപയോഗിക്കാൻ കഴിയും.
അപ്പോൾ അതിനൊരു കോൺട്രാൻഡിക്കേഷൻ ഉണ്ട്. പ്രമേഹമുള്ള രോഗികൾക്കുള്ള മെഡിസിൻ അല്ല ഈ ഒരു ദ്രാക്ഷാരിഷ്ടം. എന്താ വെച്ചാൽ ഇതിൽ ധാരാളം ദ്രാക്ഷയും ഗുണവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ പ്രമേഹ രോഗികൾക്കുള്ള മെഡിസിൻ അല്ല, അവർ തീർച്ചയായിട്ടും സേവിക്കാതിരിക്കുക. അതൊരു കോൺട്രാൻഡിക്കേഷനാണ്. അപ്പോൾ അവർ മാത്രം അത് ഒന്ന് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഇത് ഡോസ് പാർട്ട് പറയുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ 5 to 10 മില്ലി വരെയും മുതിർന്നവർക്കാണെങ്കിൽ 15 to 30 മില്ലി വരെയും നമുക്ക് ഇത് സേവിക്കാൻ പറ്റും. അത് ഓരോ കണ്ടീഷൻ, അതിൻ്റെ രോഗത്തിൻ്റെ കണ്ടീഷനും ആൾക്കാരുടെ ദോഷപ്രകൃതി അനുസരിച്ചായിരിക്കും ഈ ഒരു ഡോസ് തീരുമാനിക്കുന്നത്. പിന്നെ ഇതൊരു ദ്രാക്ഷാരിഷ്ടത്തിൻ്റെ റെഫറൻസ് എവിടെ പറഞ്ഞിട്ടുള്ള വെച്ചാൽ ശാരംഗത്ര സംഹിതയിലാണ് ദ്രാക്ഷാരിഷ്ടത്തിൻ്റെ റെഫറൻസ് ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിഗാർഡിങ് ദ്രാക്ഷാരിഷ്ടം. അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ നോക്കി, അതിൻ്റെ ചേരുവകൾ നോക്കി, പിന്നെ ആർക്കൊക്കെ നമുക്ക് സേവിക്കാം അതൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് തീർച്ചയായിട്ടും വരും. അതുവരെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.